ഹായ് ഗായ്സ്, ഞാനിവിടെ എത്തിയിരിക്കുന്നത് 90 മില്യൺ കോഫി എന്ന് പറയുന്ന സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കലൂർ കത്രക്കടവ്. അപ്പോൾ അവിടെയുള്ളൊരു കഫേയിലാണ് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ പുതുതായിട്ട് കുറച്ച് അവരുടെ ബ്രഞ്ച് മെന്യൂസ്, ബ്രേക്ക്ഫാസ്റ്റ് മെന്യൂസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നറിഞ്ഞത് കൊണ്ട് വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ സ്വാഭാവികമായി എൻ്റെ കണ്ണ് പോയത്, ഞങ്ങൾ എത്തിയതൊരു 1:30ക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണ് പോയത് 2 PM ശേഷം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളിലാണ്. ആൻഡ് അതിൽ മെയിനായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഗുവാക്കമോളി ടോസ്റ്റ്, ഗുവാക്ക് ടോസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ 1:30 ആയതുകൊണ്ട് തന്നെ അവർ ദേ വെരി കൈൻഡ്ലി ആക്ച്വലി സെർവ്ഡ് മീ ദിസ്. സോ ബേസിക്കലി ഗുവാക്ക് ടോസ്റ്റ് ഇറ്റ് വാസ് വെരി നൈസ് ബിക്കോസ് അതിൽ സോർഡോ ബ്രെഡ് ആയിരുന്നു വിത്ത് ഗുവാക്കമോളി പേസ്റ്റ് ഉണ്ടായിരുന്നു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ആൻഡ് 2 സണ്ണി സൈഡ് അപ്പ് എഗ്സ് വിത്ത് 2 ഒലിവ്സ് കണ്ടോ ആൻഡ് എ സൈഡ് സാലഡ്. ജനറലി ഈ ടോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു സോർ സൈഡിലാണ്, കാരണം കുറച്ച് ലെമണൊക്കെ സ്ക്വീസ് ചെയ്യും, പിന്നെ ആ ഒരു സോർഡോയിൻ്റെ ഒരു സാർനെസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടും. എനിക്ക് അത് ഇഷ്ടമാണ്. പ്ലസ് ഒരു എന്താ പറയുക, അവരല്ലാണ്ട് തന്നെ സോൾട്ടും പെപ്പറൊക്കെ തരുന്നുണ്ട് കേട്ടോ. സോ ഇഫ് യു വോണ്ട് ടു ബി മോർ സ്പൈസി നമുക്ക് ആ പെപ്പറും കൂടെയൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ റണ്ണി യോക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അത് അങ്ങോട്ട് എത്തിയില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു സ്പൂണും ഫോർക്കും തേങ്ങയും മാങ്ങയൊന്നും വേണ്ട, പകരം എന്താ തയ്യ ബ്രെഡ് ഇങ്ങനെ എടുത്ത് മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഒരു സോൾട്ടഡ് കാരമൽ ലാറ്റയും കൂടെ ഓർഡർ ചെയ്തിരുന്നു. ദാറ്റ് വാസ് ഓൾസോ നൈസ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്വീറ്റ്നെസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് സോൾട്ടഡ് കാരമൽ സിറപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ കുടിച്ച് ഞാൻ അങ്ങനെ എൻ്റെ എന്താ പറയുക ഏർലി ലഞ്ച് ഓർ ഐ ഡോണ്ട് നോ 2 o'clock ആയി. അപ്പം ലഞ്ച് എന്തായാലും ഞാൻ അവിടെ നിർത്തി. സോ താങ്ക് യു.